പ്ലാന്റേഷൻസിന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. 6 ക്രോപ്സിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ റബ്ബർ, ടീ, കോഫി, അങ്ങനെ കാർഡമം, അങ്ങനെ ഇതുമുണ്ട്, കൊക്കോ ഉണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ ഈ 6 ക്രോപ്സ് ആ കാലഘട്ടത്തിൽ തന്നെയാണ്. ഈ 6 മാത്രം എക്സംഷൻ കൊടുക്കുന്നത് ഇതിനെന്തോ ദിവ്യത്വമുള്ളതുകൊണ്ടല്ല. റബ്ബർ റംബുട്ടാനെക്കാട്ടിലും ദിവ്യമായ വല്ല ചെടിയാണോ, വല്ല ഇതാണോ? ഒന്നുമല്ല. പക്ഷേ റംബുട്ടാൻ വെച്ച് കഴിഞ്ഞാൽ കർഷകന് പൈസ കിട്ടും, മറ്റേത് വെച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ റിലേറ്റീവ്ലി കുറവാണ്. നമുക്കിവിടെ കുറേ പൈസ വരണ്ടേ, കർഷകർക്ക് കയ്യിൽ പൈസ. ശരിക്കും ഈ ഗവൺമെന്റ് ഡബിളിംഗ് ദ ഫാമേഴ്സ് ഇൻകം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഡബിളിംഗ് ഒന്നുമല്ല, ഇതിനപ്പുറം പോകുന്നത്. ഞാൻ ഇത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് അൺഷാക്കിൾ ചെയ്ത് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് തൊട്ട് ഇങ്ങ് തിരുവനന്തപുരം വരെ ഉണ്ടല്ലോ, നമുക്ക് വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ഓർച്ചാർഡ്സ്, ഫ്രൂട്ട് ബെയറിങ് പ്ലാന്റ്സും ട്രീസിൻ്റെ മിക്സാണ്. മിക്സ്ഡ് ഇപ്പോൾ മോണോക്രോപ്പൊക്കെ മാറി മിക്സ് ഫാമിങ്ങിൻ്റെ കാലഘട്ടമാണ്. ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ തൂത്തുവാരി പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഓർച്ചാർഡ് സിസ്റ്റം അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രോ ഫാമിങ് ടെക്നിക്സ്, ഇതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ടൂറിസവും, അഗ്രി ടൂറിസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻഷ്യലാണ്.